പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ആമേൻ ഒക്ടോബർ മാസം 21 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ല. ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം കർത്താവ് നമ്മളെ നടത്തിയത്. ആ കരങ്ങളെ ഉയർത്തി അങ്ങ് സ്തോത്രം പറഞ്ഞാട്ട്. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. രാത്രികാലം കർത്താവിൻ്റെ കൃപ നമ്മളെ പൊതിഞ്ഞു. സ്വസ്ഥമായി ഉറങ്ങുവാൻ കർത്താവ് സഹായിച്ചു. തൻ്റെ ദൂതന്മാരെ നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കി. രാത്രിയുടെ യാമങ്ങൾ കർത്താവ് നമ്മളെ കരുതിയതിനായിട്ട് കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ ഉണർത്തിയിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. നമ്മൾ ഉറങ്ങി, കർത്താവ് നമ്മളെ ഉണർത്തി. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ നാമം നമ്മളിലൂടെ മഹിമപ്പെടട്ടെ. കരമുയർത്തി പറ, കർത്താവെ അങ്ങനെ ഉണർത്തിയതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് കർത്താവിന് നന്ദി. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. യഹോവ നല്ലവനല്ലോ, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളത്. കരങ്ങൾ ഉയർത്തി പറ, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവ് സ്നേഹനിധിയാകുന്നു, എൻ്റെ കർത്താവ് കരുണയും കൃപയും ദീർഘക്ഷമയും ഉള്ളവനാകുന്നു, എൻ്റെ കർത്താവ് എന്നോട് മനസ്സലിയുള്ള അപ്പയാകുന്നു. ആമേൻ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളുന്നവനാകുന്നു. ഞാൻ അങ്ങേ ആരാധിക്കുന്നു പിതാവേ, ഞാൻ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി പറയുന്ന കർത്താവേ, ഈ പ്രഭാതത്തിൽ കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും, കർത്താവ് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങളുടെ കാര്യങ്ങളെ ഉയർത്തി നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഒരിക്കലൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുവാൻ ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഇതൊക്കെ കർത്താവിൻ്റെ കൃപയാണ്. ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം ചെയ്യുക. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓരോരുത്തരെയും വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിലേക്ക് തന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബങ്ങളെയും വ്യക്തിപരമായി കുടുംബമായി അങ്ങയുടെ കൈകളിൽ തരുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തിനകത്ത് ദൈവസാന്നിധ്യം വ്യാപരിക്കട്ടെ. ആ പ്രിയപ്പെട്ട മക്കളുടെ മേൽ വലിയ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ അനുഭവിക്കാത്ത ആത്മശക്തിയും ഇതുവരെ അനുഭവിക്കാത്ത ആത്മസാന്നിധ്യവും യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കട്ടെ. ആത്മാവിൻ്റെ നിറവ് തൻ്റെ മക്കൾക്ക് ഉണ്ടാകട്ടെ. ആമേൻ. ചെങ്ങലകളെ പൊട്ടിക്കുന്ന, മുഖത്തെ തകർക്കുന്ന ആത്മശക്തി യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കളുടെ മേൽ വ്യാപരിക്കട്ടെ. ആത്മാവിൻ്റെ തീ അവരുടെ ഉള്ളിൽ കത്തുന്നതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആത്മാവിൻ്റെ തീ തൻ്റെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കത്തട്ടെ. എല്ലാ അശുദ്ധികളും മലിനതകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അൺവാണ്ടഡായിട്ട് തൻ്റെ കുഞ്ഞുങ്ങളിൽ നിലനിൽക്കുന്ന എല്ലാം ഇപ്പോൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇപ്പോൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇവർ ദൈവിക വിശുദ്ധിയിലേക്ക് വരട്ടെ, ദൈവിക നിറവിലേക്ക് വരട്ടെ. ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ആമേൻ ജയാളികളെ പോലെ ഓടുവാൻ, ആമേൻ ജയാളികളായി മുന്നേറുവാൻ കർത്താവ് സഹായിക്കണം. പ്രത്യേകിച്ച് ഈ പ്രഭാതി രോഗത്താൽ, ശാരീരിക രോഗത്താൽ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ശാരീരിക രോഗം വിട്ടുമാറട്ടെ. പൂർണ്ണ ആശ്വാസവും സൗഖ്യവും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നന്ദി നന്ദി കർത്താവ്. ഏത് വിധത്തിലുള്ള രോഗങ്ങളാണെങ്കിലും ഇപ്പോൾ നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഏത് വിധത്തിലുള്ള രോഗങ്ങളാണെങ്കിലും നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തൻ്റെ കുഞ്ഞുങ്ങൾ ആരോഗ്യം പ്രാപിക്കട്ടെ, തൻ്റെ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ, തൻ്റെ കുഞ്ഞുങ്ങൾ സ്വസ്ഥമാകട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ മക്കൾ ആരോഗ്യവും സൗഖ്യവും സ്വസ്ഥതയും പ്രാപിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് സൈനസിൻ്റെ പ്രോബ്ലത്താൽ ആമേൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ ഹല്ലേലൂയ, ഗ്ലാൻഡുകൾ എൻലാർജായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, ആമേൻ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. ദഹനത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആമേൻ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ആമേൻ ഡൈജഷൻ പ്രോബ്ലം, നാളുകളായി ഡൈജഷൻ പ്രോബ്ലം അനുഭവിക്കുന്നവർ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു. നന്ദിയോടെ സ്തോത്രം. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. ദൈവിക സമൃദ്ധി യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന ജ്ഞാനവും ബുദ്ധിയും വിവേകവും കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണം. അതുപോലെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നവരെ കർത്താവ് അനുഗ്രഹിക്കണം. അവരുടെ ശക്തിയോടെ ഈ ദിവസങ്ങളിൽ നിർത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പ്രൊട്ടക്ഷൻ അകത്ത് ആക്കുന്നതിനായിട്ടും സ്തോത്രം. അതുപോലെ കർത്താവെ, ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു.
അപ്പോൾ ഹല്ലേലൂയ, വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തക്കതായ ആലോചനകൾ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ ഈ ദിവസങ്ങളിൽ തന്നെ വരട്ടെ. ഈ ഒക്ടോബർ മാസം തീരുന്നതിന് മുമ്പ് ചില പ്രൊപ്പോസൽസ് വരട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവേ, ഈ നാളത്തെ നമ്മുടെ മീറ്റിങ്ങിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വ്യത്യസ്തമായ ഒരു അനുഭവം നാളെ ഞങ്ങൾക്ക് കർത്താവ് നൽകുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ തന്ന് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് സങ്കീർത്തനം അതിൻ്റെ സങ്കീർത്തനം 37 സങ്കീർത്തനം അല്ലെന്നുണ്ടെങ്കിൽ സങ്കീർത്തനം 21-ൻ്റെ 2-ാമത്തെ വാക്യം. 21-ൻ്റെ 2-ാമത്തെ വാക്യം. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചതുമില്ല. അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നീ നിഷേധിച്ചതുമില്ല. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ജയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവിക മറുപടി വന്നപ്പോൾ ദാവീദ് ദൈവത്തിന് നന്ദി പറഞ്ഞ് എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ആമേൻ. അതായത് ദാവീദിൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി വന്നു. ആമേൻ. അത്ഭുതകരമായി ദൈവിക ഇടപെടലുകൾ തൻ്റെ ജീവിതത്തിൽ നടന്നപ്പോൾ ദാവീദ് പറഞ്ഞതാണ്, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന എന്ത് ചെയ്തില്ല, നിഷേധിച്ചതുമില്ല. ഇന്ന് ഞാൻ നിങ്ങളെ നോക്കി യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറയാം. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നൽകുകയും നിങ്ങളുടെ അധരങ്ങളുടെ യാചന കർത്താവ് നിഷേധിക്കാതിരിക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നൽകുകയും നിങ്ങളുടെ അധരങ്ങളുടെ യാചനകൾ അല്ലെങ്കിൽ അധരങ്ങളുടെ പ്രാർത്ഥനകൾ നിഷേധിക്കാതിരിക്കുകയും ചെയ്യട്ടെ. നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളും ഒന്നായിത്തീരും. ഈ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറഞ്ഞു, ഇഫ് യു അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്ത് യാചിച്ചാലും എന്ത് ചോദിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ക്രിസ്തുവിലായി കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ നമ്മളിൽ നിന്ന് മാറിപ്പോകും. നമുക്ക് കർത്താവിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തുടങ്ങും. കർത്താവിൻ്റെ ഹിതമായിരിക്കും നമ്മുടെ മനസ്സ് മുഴുവനും വരുന്നത്. അതാണ് യേശു നമ്മളോട് ഒന്നായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു പുതിയ നിയമവിശ്വാസിക്ക് സ്വന്തമായ ആഗ്രഹങ്ങളല്ല വരുന്നത്. അവരുടെ ആഗ്രഹങ്ങൾ മുഴുവനും കിങ്ഡം, ദൈവരാജ്യം, ദൈവസഭ എന്നുള്ള വലിയൊരു ആഗ്രഹത്തിലേക്ക്, അത് കർത്താവിലായതിൻ്റെ ഒരു ലക്ഷണമാണ്. കർത്താവിലായതിൻ്റെ ഒരു വലിയ ലക്ഷണമാണ്. കാരണം അവരുടെ ഹൃദയം മൊത്തം ദൈവരാജ്യം, കർത്താവിൻ്റെ രാജ്യം വളരണം, കർത്താവിൻ്റെ സഭ വളരണം എന്നുള്ള വലിയ ആഗ്രഹത്തിലേക്ക് വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങളില്ല. നമ്മുടെ ഹാർട്ട് ഡിസയേഴ്സ് എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറയുന്നത് ഫ്ലഷ്ലി ഡിസയറുകളായിരിക്കത്തില്ല. അല്ലെങ്കിൽ എനിക്ക് ലൗകികമായ ആഗ്രഹങ്ങളല്ല നമ്മളിൽ വരുന്നത് ദൈവികമായ ആഗ്രഹങ്ങൾ വരും. കാരണം നമ്മളും ക്രിസ്തുവും ഒന്നായതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ജീവിതത്തിൽ ദൈവിക പ്രാർത്ഥനകളുടെ മറുപടി വേഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥനകളുടെ മറുപടി വേഗത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സങ്കീർത്തനം 37:4 പറയുന്നു, സങ്കീർത്തനം 37:4 യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, ഡിലൈറ്റ് ഇൻ ഹിം, അവനിൽ രസിച്ചു കൊള്ളുക. യഹോവയിൽ കർത്താവിൽ രസിച്ചു കൊള്ളുക എന്ന് പറയും. അപ്പം കർത്താവിൽ രസിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ ആ വചനത്തിൽ ഇഷ്ടപ്പെട്ട്, അവൻ്റെ ആഗ്രഹത്തിൽ ഇഷ്ടപ്പെട്ട്, അവൻ്റെ താല്പര്യത്തിൽ ഇഷ്ടപ്പെട്ട് നമ്മൾ നിൽക്കുമ്പോൾ എന്തു പറ്റും? ഡിലൈറ്റ് ചെയ്യുമ്പോൾ, അവനിൽ സന്തോഷിച്ച് നിൽക്കുമ്പോൾ നമുക്ക് കർത്താവ് പറയുക, നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ എന്തു ചെയ്യും? കർത്താവ് സാധിപ്പിച്ച് തരാൻ തുടങ്ങും. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് നിനക്ക് തരുവാൻ തുടങ്ങും. അപ്പം ഇന്ന് പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ സന്തോഷം കണ്ടെത്തണം. കർത്താവിൻ്റെ സന്തോഷം നമ്മുടെ സന്തോഷമായി മാറണം. ആമേൻ. കർത്താവിൽ നമ്മൾ ആനന്ദിക്കുവാൻ പഠിക്കണം. അങ്ങനെ വരുമ്പോൾ എന്തു പറ്റും? നമ്മുടെ ആഗ്രഹങ്ങൾ നിത്യമായ ഇറ്റേണൽ വാല്യൂസുള്ള ആഗ്രഹങ്ങൾ. ഇപ്പം യേശു ആ ഗത്സമനയിൽ വെച്ച് പറഞ്ഞൊരു കാര്യമാണ്, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണം, പക്ഷേ എൻ്റെ ഇഷ്ടമല്ല നടക്കേണ്ടത്, അങ്ങയുടെ ഇഷ്ടം നടക്കണം. കാരണം ഞാനിപ്പോൾ ഈ മിഷനിലൂടെ ഞാൻ കടന്നു പോവുക, അല്ലെങ്കിൽ ഈ ദൗത്യം ഞാൻ നിർവഹിക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണെങ്കിൽ അത് നടക്കട്ടെ. പക്ഷേ ഈ വേദനയുടെ നടുവിൽ പറഞ്ഞു, പിതാവെ കഴിയുമെങ്കിൽ ഇത് ഒഴിവാക്ക്,
പക്ഷെ പറയുക അങ്ങനെയല്ല, അങ്ങയുടെ ഇഷ്ടം. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടമായിരിക്കണം നമ്മുടെ ഇഷ്ടം. അങ്ങനെ വരുമ്പോൾ ദൈവിക ആഗ്രഹത്തിൽ നമ്മൾ കാര്യങ്ങളെ ചെയ്യുമ്പോൾ ആമേൻ, രാജ്യങ്ങളെ നമുക്ക് ചോദിക്കാം, വിടുതലുകൾ നമുക്ക് ചോദിക്കാം, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ കർത്താവ് എന്ത് ചെയ്യും? നമുക്ക് സാധിപ്പിച്ചു തരും. അതുകൊണ്ട് ഇന്ന് യേശുവുമായിട്ട് നമ്മൾ ഒന്നായി എന്നുള്ള ബോധ്യത്തിൽ യേശു ആഗ്രഹിക്കുന്നത് വേണം നമ്മൾ ആഗ്രഹിക്കുവാൻ. ആമേൻ. ഒരു ഭാര്യയും ഭർത്താവും വിവാഹത്തിന് മുമ്പ് സെപ്പറേറ്റായ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും. ഭർത്താവിന് ഭർത്താവിൻ്റെതായ ആഗ്രഹങ്ങൾ, ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ആഗ്രഹങ്ങൾ. എന്നാൽ വിവാഹശേഷം ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആഗ്രഹങ്ങൾ ഒന്നായി മാറുന്നു. അവർക്കൊരു നല്ല കുഞ്ഞുണ്ടാകണമെന്ന് അവരുടെ കോമൺ ആഗ്രഹമായി മാറി. അവർക്കൊരു നല്ല വീട് വെക്കണമെന്നുള്ളത് അവരുടെ ഒരു കോമൺ ആഗ്രഹമായി മാറി. ഇതുപോലെ യേശുവും നമ്മളും അവൻ വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ഒന്നായി കഴിയുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ വ്യക്തിപരമായ ആഗ്രഹങ്ങളല്ല, യേശുവിലുള്ള ആഗ്രഹങ്ങൾ. അവൻ പറഞ്ഞാണ്ട് യേശുവിലുള്ള ആഗ്രഹം, ഇൻ ക്രൈസ്റ്റ് ഡിസൈർ, നമ്മൾ ക്രിസ്തുവിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, അത് വരുമ്പോൾ വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് ആമേൻ, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രാർത്ഥിക്കുക, നമ്മുടെ ആഗ്രഹങ്ങൾ ആരുടെ ആഗ്രഹങ്ങളായി മാറട്ടെ? യേശുവിൻ്റെ ആഗ്രഹങ്ങൾ. അതിനകത്ത് നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളില്ലെന്നല്ല, അതൊക്കെ നമുക്ക് ആവശ്യമായതെല്ലാം ഉണ്ട്. പക്ഷേ കർത്താവിലുള്ള ആഗ്രഹങ്ങളെ നമുക്കുണ്ടാകും. ലോകത്തിൽ മനുഷ്യർക്ക് പല ആഗ്രഹങ്ങളുണ്ട്. ലോകമനുഷ്യന് പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ട്. ലോകമനുഷ്യൻ പലതരത്തിൽ ചിന്തിക്കും. അവന് അങ്ങനുണ്ട് ഇങ്ങനുണ്ട്, അവൻ വലിയ വലിയ ആളുകളെ കണ്ടിട്ട് അവരെ പോലെ ആകണമെന്നൊക്കെ ആഗ്രഹിക്കും. നോ പ്രോബ്ലം. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആഗ്രഹം യേശുവിൻ്റെ ആഗ്രഹം, യേശുവിൻ്റെ ആഗ്രഹം നമ്മുടെ ആഗ്രഹം. ആ ഒരു ലെവലിലേക്ക് ഉയരുവാൻ കർത്താവ് ദിവസങ്ങളിൽ നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ ഹൃദയത്തിലെ ആ നല്ല ആഗ്രഹങ്ങളെ, ആ ദൈവവുമായിട്ടുള്ള ആ നിത്യമായ വാല്യൂവിലുള്ള ആഗ്രഹങ്ങളെ കർത്താവ് സാധിപ്പിച്ചു തരും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. പല പ്രാർത്ഥനകളും മറുപടി താമസിക്കുന്നത് നമ്മുടെ ജഡത്തിൽ നിന്നുള്ള ആഗ്രഹത്തിലുള്ള പ്രാർത്ഥന. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ച് ചോദിക്കുക, ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ടോ, ഇത് യേശു ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിച്ച് യേശുവിൻ്റെ ആഗ്രഹം മനസ്സിൽ കണ്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി. എങ്ങനെ യേശുവിൻ്റെ ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുന്നത്? ദൈവവചനം നമ്മളിൽ കയറുമ്പോഴാണ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.